തിരുവനന്തപുരം പേരൂർക്കടയിൽ ദളിത് യുവതിക്ക് പോലീസിൽ നിന്ന് നേരിടേണ്ടി വന്ന കൊടും ക്രൂരത പുറം ലോകത്തെത്തിച്ചത് റിപ്പോർട്ടറാണ്. ഈ മാസം 11-നായിരുന്നു റിപ്പോർട്ടർ TV ബിന്ദുവിന്റെ ദുരവസ്ഥ പ്രേക്ഷകരിൽ എത്തിച്ചത്. സമൂഹമൊന്നാകെ ബിന്ദുവിനെ ഏറ്റെടുത്തു. ഒടുവിൽ നീതിക്കായുള്ള റിപ്പോർട്ടറിന്റെ പോരാട്ടം വിജയം കണ്ടു. ബിന്ദുവിനെതിരെ ക്രൂരത കാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ഇക്കഴിഞ്ഞ മെയ് 11-നാണ് ബിന്ദു റിപ്പോർട്ടർ TVയിലൂടെ പേരൂർക്കട പോലീസിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരതയെക്കുറിച്ച് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. കറുപ്പെന്ന നിറമോ ദളിതെന്ന വംശമോ ആയിരിക്കാം കാക്കിയിട്ടവർ ഇങ്ങനെ ക്രൂരത കാട്ടുവാനുള്ള കാരണം. പോലീസുകാരിൽ നിന്ന് താൻ അനുഭവിച്ച ക്രൂരതയെക്കുറിച്ച് ബിന്ദു നിറകണ്ണുകളോടെയാണ് റിപ്പോർട്ടർ TVയോട് പ്രതികരിച്ചത്. എന്നെ ബാഗെല്ലാം പരിശോധിച്ച്, എന്നെ ഫുള്ള് പരിശോധിച്ച്, പിന്നെ ഒരു വനിതാ പോലീസിനെ റൂമിൽ കൊണ്ടുപോയി എന്നെ ഡ്രസ്സെല്ലാം മാറ്റിച്ച് എന്നെ പരിശോധിച്ചിട്ട് ഇത്തിരി ചീത്ത പറഞ്ഞു, മാലടി എന്നൊക്കെ പറഞ്ഞു. ഭയങ്കരമായിട്ട് 4 പേരും കൂടെ റൂമിൽ കൊണ്ടുപോയിട്ടാണ് അവർ അടിക്കാനൊക്കെ വന്നു. ഭക്ഷണം അത് 1.5 ദിവസം എനിക്ക് തന്നിട്ടില്ല. ബിന്ദുവിനോട് നീതി ലഭിക്കുന്നതുവരെ ഒപ്പമുണ്ടാകുമെന്ന് ഞങ്ങൾ അന്ന് ഉറപ്പു നൽകി. റിപ്പോർട്ടർ TVയുടെ തുടർച്ചയായ വാർത്തകൾക്ക് പിന്നാലെ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടു. 15 ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു കണ്ടോൺമെന്റ് ACPക്ക് DGP നൽകിയ ഉത്തരവ്. ബിന്ദുവിന്റെ ദുരവസ്ഥയറിഞ്ഞ സമൂഹമൊന്നടങ്കം കണ്ണീരൊപ്പാനൊപ്പം നിന്നു. മന്ത്രി GR അനിലും വാമനപുരം MLA DK മുരളിയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും BJP നേതാവ് V മുരളീധരനും വീട്ടിലെത്തി ബിന്ദുവിനെ ആശ്വസിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനും മന്ത്രി OR കേളുവും PK ശ്രീമതിയും പ്രതികരണവുമായി രംഗത്തെത്തി. ഒടുവിൽ ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ പീഡിപ്പിച്ച പേരൂർക്കട SI പ്രസാദിനെ ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ഒപ്പമുണ്ടാകുമെന്നായിരുന്നു റിപ്പോർട്ടർ TV ബിന്ദുവിന് നൽകിയ വാക്ക്. ആ വാക്കിന്മേലുള്ള റിപ്പോർട്ടർ TVയുടെ ഇടപെടലിൽ ബിന്ദു നന്ദി അറിയിച്ചു. എൻ്റെ വാർത്ത പുറലോകത്ത് അറിയിക്കുന്നത് പുള്ളിച്ചാലവനാണ് ഓടി ഇവിടെ എത്തിയതും എല്ലാം ഇവർ കണ്ണുമാണ് എല്ലാം പുറത്ത് അറിയേണ്ടി വന്നത്. വീട്ടുജോലിക്ക് പോയിരുന്ന ബിന്ദുവിന് പോലീസിന്റെ ക്രൂരത കാരണം ഇപ്പോൾ ആ തൊഴിലിനു പോകാനാകുന്നില്ല. ആരും ബിന്ദുവിനെ ജോലിക്ക് നിർത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിനാൽ ഇനി വേണ്ടത് ബിന്ദുവിന് ഒരു ജോലിയാണ്. വീഡിയോ ജേർണലിസ്റ്റുകളായ വിപിൻ ചെങ്കലിനും റീജു നാഗപ്പനും സാരഥി അനിയൻ കുഞ്ഞിനുമൊപ്പം റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.